പൃഥ്വിരാജിന്റെ ഖലീഫ സിനിമ കണ്ടിട്ട് ഇറങ്ങിയതാണ്. എന്റെ പൊന്നോ, വൻ ശോകം എന്ന് പറഞ്ഞാൽ വൻ ശോകം. ഒരുപാട് പ്രതീക്ഷയോടുകൂടി പോയ സിനിമയാണ്, വൻ ശോകം. തിരക്കഥ എന്ന് പറഞ്ഞൊരു സാധനം ഈ സിനിമയിലില്ല. ഇതില് പൃഥ്വിരാജിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ രഞ്ജി പണിക്കരാണ്. അമ്മയായിട്ട് നമ്മുടെ പഞ്ചാബി ഹൗസിലെ പഴയ നടി. ആ നടിയുടെ പേര് എനിക്കറിയില്ല, അതാണ് അമ്മയായിട്ട് അഭിനയിക്കുന്നത്. അവരുടെ ഫാമിലി കോമ്പിനേഷൻ സീനൊക്കെ വൻ ക്രിഞ്ചാണ്. ഈ നായകന്റെ അമ്മ പോയി ഒരു നടീനെ കാണിച്ചിട്ട് പറയുവാണ്, അതിനെ നീ അതുപോലത്തെ ഒരു പെൺകുട്ടിയെ നീ കല്യാണം കഴിക്കണം. അതേ പെൺകുട്ടീനെ തന്നെ കല്യാണം കഴിച്ചു കൊടുന്ന് കാണിച്ച് കൊടുക്കണം നായകൻ. എന്നിട്ട് മാസ് കാണിക്കണം. ആ നടി എവിടെ നിന്ന് വന്നൊന്നും അറിയില്ല. ഏതോ ഒരു ഗേറ്റ് തുറന്നൊരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. പൃഥ്വിരാജ് കാണുന്നു, അതിനെ പ്രേമിക്കുന്നു. പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ ക്രിഞ്ചോട് ക്രിഞ്ച്. എന്നിട്ടൊരു പാട്ടും. എന്തൊരു ബോറടി ആണെന്ന് അറിയാം ആ സീനൊക്കെ തുടക്കം മുതൽ. പിന്നെ നമ്മുടെ ജേക്സ് ബിജോയ് ഈ സിനിമയിൽ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് മ്യൂസിക്കുകളൊക്കെ കുത്തിത്തിരിക്കുന്നുണ്ട്. കുറേ മുസ്ലിം ബേസ്ഡ് കുറച്ച് സോങ്സ് ഒക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ തിരികുന്നുണ്ട്. പക്ഷെ ആ സാധനങ്ങളൊന്നും ഈ സിനിമയ്ക്ക് ഏറ്റില്ല എന്നല്ല, ഈ സിനിമയ്ക്ക് ഒട്ടും യോജിക്കണമില്ല. നമുക്കൊട്ടും തിരക്കഥ എന്ന് പറഞ്ഞ ഈ സിനിമയിൽ ഇല്ല. ഒന്നാമത് സിനിമയിൽ തിരക്കഥ എന്ന് പറഞ്ഞ സാധനമില്ല. ഇവരുടെ ഫാമിലി ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് ആണ് ഇവരുടെ ഈ രഞ്ജി പണിക്കരുടെ അച്ഛൻ. രഞ്ജി പണിക്കർ സാധാരണ രീതിയിൽ ജീവിച്ചു വരുന്ന ഒരാൾ, അച്ഛന് കടം കയറുന്നു. അങ്ങനെ മോൻ സ്മഗ്ലിങ്ങിലേക്ക് ഇറങ്ങുന്നു. സ്മഗ്ലിങ്ങിലേക്ക് ഇറങ്ങിയ സമയത്ത് വില്ലൻ്റെ മോൻ ഒരു കാറ് ബ്ലാസ്റ്റ് ആവുമ്പോൾ അത് കണ്ടിട്ട് സ്മഗ്ലിങ് നിർത്തുന്നു. ഒരു ലോജിക്കും ഇല്ലാത്ത സംഭവങ്ങൾ. അതുമാത്രമല്ല, ആ ഹിന്ദിയിലൊരു നടനെ കൊണ്ടുവന്ന് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു ഗ്ലാമർ വില്ലൻ. അയാൾ പഴയ പടത്തിലൊക്കെ നല്ല രസമായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഭയങ്കര ബോറായിട്ട് തോന്നുന്നുണ്ട്. അയാളുടെ അഭിനയവും അത് ബോറാണ്. ആ നടനെ ഒന്നും ഇതിൽ കൊണ്ടുവരേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഷെമ്മിത്തിലേക്കിനും എന്തൊക്കെയോ കാണിച്ചു വിട്ടിട്ടുണ്ട്. അതും ബോറടിയാണ്, ഭയങ്കര ബോറടി. പിന്നെ ആകെ നമുക്ക് ക്ലൈമാക്സിൽ മോഹൻലാലിനെ കാണിക്കണ മാസ് സീനുണ്ട്. അതായത് വിഷ്വലി നല്ലതാണ്, പക്ഷെ ഡയലോഗ് പ്രസന്റേഷനിലൊക്കെ അതും നമുക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നും. പിന്നെ വേറൊരു ക്യാമിയോ റോളിലൊരു സൂപ്പർ സ്റ്റാറിനെ കാണിക്കുന്നുണ്ട്. അത് ഞാൻ ആരാന്ന് പറയുന്നില്ല, നിങ്ങൾ കണ്ട് തന്നെ അനുഭവിക്കുക. അത് ആ നടനെ കാണുമ്പോൾ ആ നടനാണ് ഈ സിനിമയിൽ മുഴുനീളം കണ്ടതെന്ന് പിന്നെയും കുറച്ചോ രസം ഉണ്ടായെന്ന് നമുക്ക് തോന്നും. അതായത് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വൃത്തിയില്ലാത്ത ഒരു മോശം പായസത്തിൽ നല്ല അടിപൊളി കാഷ്നട്ട് ഇട്ടിട്ട് ഇത് നല്ലതാണ് കഴിച്ചോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ഈ സിനിമയെ വർണ്ണിക്കാൻ പറ്റുള്ളൂ. അത്ര മോശം, വളരെ മോശം. ഇനി സെക്കൻഡ് ഭാഗമൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് കണ്ടറിഞ്ഞ് തന്നെ കാണണം. നാളെ നിവിൻ പോളിയുടെ സിനിമ ഉണ്ട്, അത് കണ്ട് തൃപ്തിപ്പെടാം. ഈ ഡയറക്ടർ വൈശാഖിനൊക്കെ ഈ സിനിമ എവിടെ നിന്ന് കിട്ടണം എന്ന് ആലോചിക്കണേ. കഥയില്ല, ഒന്നുമില്ല. സ്വർണ്ണ സ്മഗ്ലറാണ്. അതായത് പൃഥ്വിരാജിന്റെ അച്ഛൻ്റെ അച്ഛൻ, അതാണ് മോഹൻലാൽ ജയിലിൽ കിടക്കുവാണ്. അതായത് അച്ഛൻ്റെ അച്ഛൻ വലിയ സ്വർണ്ണ സ്മഗ്ലറാണ്. അപ്പോൾ രഞ്ജി പണിക്കറിന് അതിലൊന്നും താല്പര്യമില്ല. പുള്ളി ബിസിനസ് ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷെ ബിസിനസ്സിൽ പുള്ളി പൊട്ടി പാളിസായി കഴിയുമ്പോൾ കടം വന്ന് കയറും. അങ്ങനെ പൃഥ്വിരാജ് സ്മഗ്ലിങ്ങിലേക്ക് ഇറങ്ങണേ. അതാണ് സിനിമയുടെ ഇതിവൃത്തം. അതാണ് വലിയ അമീർ അലി എന്നൊക്കെ പറഞ്ഞ് കാണിക്കണേ. അഹമ്മദ് അലി മോഹൻലാൽ അവസാനം ക്ലൈമാക്സിൽ കാണിക്കുന്നുണ്ട്. അത് വലിയ കാഴ്ചയിൽ കുഴപ്പമില്ല. ആ ഒരു 5 മിനിറ്റ് ഒഴിച്ചു നിർത്തിയ സിനിമയിൽ ഒരു പിണ്ണാക്കൂല. വൻ ശോകം. വൈശാഖ് ഇത്രയും വലിയ ബഡ്ജറ്റ് സിനിമയൊക്കെ എടുക്കുന്നതിന് ഞാൻ വിചാരിച്ചു നല്ല മാസമായിരിക്കും, ക്ലാസ് ആയിരിക്കും. DC കണ്ടിട്ട് അധികം നാളായിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ഈ സിനിമ ഒട്ടും ഇഷ്ടപ്പെടില്ല. മാസ് BGM ഒക്കെ എന്തൊക്കെയോ കുറെ മുസ്ലിം പാട്ടുകളൊക്കെ കയറ്റി ഒരു BGM ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ. നായകൻ വന്ന സ്ഥലത്ത് പോയിട്ട് ആകെ നായകൻ വന്ന ഒരു സീനിൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയത് കസ്റ്റംസ് പിടിക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീൻ കൊള്ളാം. അല്ലാണ്ട് ഈ സിനിമയിൽ പൃഥ്വിരാജിന് നല്ലൊരു മാസമായിട്ട് സീൻ എനിക്ക് ഫീൽ ചെയ്തില്ല. പൃഥ്വിരാജിനേക്കാളും ഭേദം അതിലൊരു ക്യാമിയോ എൻ്റെ അവസാനം. ആ നായകൻ ത്രൂ ഔട്ട് ഉണ്ടെങ്കിൽ പിന്നെയും രസമായെന്ന് എനിക്ക് തോന്നുന്നു. പൃഥ്വിരാജ് പടം കഥയില്ലാന്ന്, കഥയൊക്കെ വൻ ശോകം. ഡയറക്ഷനൊക്കെ വെറുതെ തല്ലിക്കൂട്ടി കുറച്ചാളുകൊണ്ട് ഷൂട്ട് ചെയ്തെടുത്ത സിനിമ പോലെ എനിക്ക് തോന്നണേ. വൻ ശോകം, കഥയില്ല, ഒന്നുമില്ല. വെറുതെ നമ്മൾ രാവിലെ വെളുപ്പാങ്കാലത്ത് എടുത്ത് സിനിമയ്ക്ക് പോയി.
കാശ് പോയി. ഭയങ്കര പ്രതീക്ഷ ഉണ്ടായി, ഖലീഫ തൂക്കുന്നൊക്കെ പറഞ്ഞ്. ഇനിയിപ്പോൾ നിവിൻ പോളിയുടെ പടം വന്നിട്ട് നാളെ, അത് ചിലപ്പോൾ ഹിറ്റാവാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നു ആ സിനിമയായിരിക്കും ഓണം തൂക്കാൻ പോണേന്ന് എനിക്ക് തോന്നണേ. അയാങ്കവി എന്തായാലും മാറ്റി വെച്ചാൽ അത് ഇനി എങ്ങനെ ഉണ്ടാവാവോ. എന്തായാലും പ്രതീക്ഷകളൊക്കെ തെറ്റി. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്, പ്രതീക്ഷകളൊക്കെ തെറ്റിപ്പോയി. ഖലീഫ അങ്ങനെ അടപടലം മൂഞ്ചി. സിനിമ നിങ്ങൾ കണ്ടു നോക്ക്. ചിലപ്പോൾ നിങ്ങൾക്ക് പൃഥ്വിരാജ് ഫാൻസിന് എന്തായാലും ഓക്കെ, ഫാൻസിന് പിന്നെ അങ്ങനെ ഒന്നും പറയാതിരിക്കാൻ പറ്റൂല, നല്ലതെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ എത്ര മോശമാണെങ്കിൽ. ശോകം, വൻ ശോകം. കയ്യിലെ കാശും പോയി, സമയം പോയി. നാളെ അപ്പം ബദലഹേം കുടുംബ യൂണിറ്റ് കണ്ടിട്ട് അഭിപ്രായം പറയാം. ബായ്.